ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലാലേട്ടൻ വീട്ടുകാരുടെ ഇരട്ടത്താപ്പും ഗ്രൂപ്പിസവും എല്ലാം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി കിട്ടുവാനുള്ള ഇവരുടെ ഈ ഒരു വീക്കിലി ടാസ്ക് ഇവരായിട്ട് തന്നെ കുളമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വീണ്ടും ഇവർക്കൊരു അവസരം കൂടി കൊടുക്കുകയാണ്. ലാലേട്ടൻ്റെ കയ്യിലൊരു ഇമ്മ്യൂണിറ്റി കാർഡ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് വൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കണം, ഞാൻ ആ വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കും എന്ന് പറയുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആദിലയ്ക്കാണ്. ആദിലയ്ക്ക് 5 വോട്ടുകളായിരുന്നു. അനിമോള്, നെവിൻ, ബിന്നി, ഷാനവാസ് ആൻഡ് നൂറ എന്നിവരാണ് ആദിലയുടെ നെയിം പറഞ്ഞത്. പിന്നീട് 3 വോട്ടുകൾ വീതം ജിഷിനും സാബുമോനും നേടിയിട്ടുണ്ട്. ജിഷിന് വോട്ട് ചെയ്തിരിക്കുന്നത് അനീഷ്, ലക്ഷ്മി, ആര്യൻ തുടങ്ങിയവരാണ്. സാബുമോന് വോട്ട് ചെയ്തിരിക്കുന്നത് അക്ബർ, ഒനീൽ, അഭിലാഷ് തുടങ്ങിയവരാണ്. ആര്യന് വേണ്ടി ജിസയിലും ജിഷിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ജിഷിൻ ആര്യൻ്റെ പേര് പറയുന്ന സമയത്ത് അനുമോളും ജിഷിനും തമ്മിൽ ചെറിയൊരു രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുന്നതായിരുന്നു. അതായത് ഒരു വാക്ക് തർക്കം. കഴിഞ്ഞ ഇതിൻ്റെ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ എന്നുള്ള തരത്തിൽ അനുമോൾ അവിടെ ഒരു കാര്യം പറയുന്ന സമയത്ത് ജിഷിനും തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആദിലയ്ക്കാണ്. ആദിലയ്ക്ക് 5 വോട്ടുകളാണ്. അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ്, ആദിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇമ്മ്യൂണിറ്റി ആദിലയ്ക്കാണോ കിട്ടാൻ പോകുന്നത് എന്നതും ചോദിക്കുന്നു. ശേഷം ലാലേട്ടൻ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഏറ്റവും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചവരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ജയിലിലേക്ക് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ ആദില? ആണോ, അതെൻ്റെ സംശയമാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ വ്യക്തിക്കാണോ നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് ടാസ്ക്കാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടി അവരുടെ കയ്യിൽ നിന്നും റദ്ദാക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ പറയുകയാണ്, ആർക്കെങ്കിലും ഈ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സ്പൈക്കുട്ടൻ കഴിഞ്ഞ ആഴ്ച ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കരമായി ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്പൈക്കുട്ടന് നേരെ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്കും ഇല്ലാതായിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ കളിച്ചിരിക്കുന്നത് പക്കാ ഗ്രൂപ്പിസമാണ് എന്നത് അനീഷ് തുറന്ന് കാണിക്കുന്നുണ്ട്. കാരണം ആദിലയുടെ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ആദില അംഗമായിട്ടുള്ള ആ ഗ്രൂപ്പ് മെമ്പേഴ്സാണ്, അവരെല്ലാവരുമാണ് ആദിലയ്ക്ക് വോട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പുറമേയുള്ള ആരും തന്നെ വോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അനീഷ് അതവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്കാ ഗ്രൂപ്പിസമാണ് ലാലേട്ടൻ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായും ലാലേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഡിസേർവിംഗ് ആയ ഒരു വ്യക്തിക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആര്യൻ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവരെ അപേക്ഷിച്ച് ആര്യൻ നല്ല രീതിയിൽ തന്നെ ടാസ്കുകളെ ഡീൽ ചെയ്യും. ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്തിരുന്നു. ആ ഒരു പണിക്കുപ്പി ടാസ്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജ്യൂസ് ഫാക്ടറി ടാസ്കിലായിക്കോട്ടെ, അതിലൊക്കെ ആര്യൻ തൻ്റേതായിട്ടുള്ള ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവസാനം ആ 2 ബോട്ടിൽ അപ്രൂവ് ചെയ്തിട്ട് ആ ബോട്ടിൽ കാണാനില്ല. അതായത് ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾസിൻ്റെ കയ്യിൽ നിന്നും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാതായി പോയി എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആര്യന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ആര്യൻ അതിനെ വളരെയധികം പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്തു. എനിക്ക് കഴിഞ്ഞ ആഴ്ച ആര്യൻ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തോന്നുന്നു. ആര്യൻ മുൻപത്തെ ആ ഒരു ക്യാരക്ടറിനെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പക്വമായ രീതിയിൽ വളരെയധികം മെച്യൂർഡായി തന്നെ ആര്യൻ ബിഹേവ് ചെയ്യുന്നുണ്ട്. ടാസ്കുകളായിക്കോട്ടെ, നിലപാടുകളായിക്കോട്ടെ, വീട്ടിലെ മൊത്തം കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ഇമ്മ്യൂണിറ്റി ആർക്കും കിട്ടാതെ പോയിരിക്കുകയാണ്.